ഇത്രയും വാഴത്തോപ്പുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഒരു കൊല കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഗായ്സ്, നമുക്ക് വിളഞ്ഞൊരു കൊല കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ട് ഞാലിപ്പൂവനാണെന്ന് തോന്നുന്നു. ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പൂവമ്പഴമായിരിക്കും, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നമുക്ക് അങ്ങനെ ഒരു കൊല കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഇത് പിഴുപുളിയുടെ മരമാണ് ഇത്. പക്ഷേ പിഴുപുളിയൊന്നും ആയിട്ടില്ല, പൂത്തൊന്നും തുടങ്ങിയിട്ടില്ല. നമുക്കങ്ങനെ പിഴുപുളിയുടെ ഒരു മരം കൂടിയുണ്ട്. ഇത് നമ്മുടെ കണിക്കൊന്നയുടെ മരമാണേ. അങ്ങനെ ഇതേ എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഞാൻ ഇങ്ങനൊന്നും അല്ല മുമ്പ് എടുത്തത് കേട്ടോ. ദേ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പന്തുണ്ടാക്കി തന്നിരിക്കുകയാണ്. പന്തല്ലേ ഇത്? ഹലോ ഗൈസ്, ഇത് നമ്മുടെ ചാമ്പമരമാണ്. പൂത്ത് വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചാമ്പമരം. ഇതിനകത്തുനിന്ന് നമുക്ക് രണ്ട് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന്. ഹലോ ഗൈസ്, ഇവിടുത്തെ ചാമ്പമരത്തിൽ നിന്ന് നമുക്ക് രണ്ട് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല മധുരമുണ്ട് ഇതിന്. ചെറിയൊരു പുളിപ്പും മധുരം കൂടി ചേർന്നു. കൊള്ളാം. നമ്മളിത് ഇത്രയും വിറകൊക്കെ കയറ്റി കഴിഞ്ഞിരിക്കുന്നു. ബാക്കി കുറച്ചുകൂടി വിറകുണ്ട്, അതുകൂടി നമുക്ക് കയറ്റാം. ഗൈസ്, നമുക്ക് ബാക്കി ഇത്രയും കൂടി വിറകുണ്ട്. നമുക്കിതും കൂടി കണ്ടിക്കകത്ത് കയറ്റാം. ഞാൻ വേറൊരു സാധനം ഞാൻ ഇവിടെ കാണിച്ചു തരാവേ. ഇവിടെ കറണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് എൻ്റെ ഹസ്ബൻഡ് വരച്ച ബുദ്ധൻ്റെ പടമാണ് ഇത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നൈസ്, എനിക്കിഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ ഇത്രയും വിറകെല്ലാം കയറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ചക്ക ചിലപ്പോൾ ഇടും. ആ ചക്കയും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കൊലയും കൂടി എടുത്തുകൊണ്ട് വീട്ടിലോട്ടും.